ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ അടിപൊളി ഒരു സേമിയ പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ എൻ്റെ മെത്തേഡിലൊന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിക്കുവാണ്. നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ 2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നെയ്ക്കകത്ത് ഞാനൊന്ന് വറുക്കുവാന്നേ. ഇതൊരു ബ്രൗൺ കളർ വരുന്ന പോലെ ഞാനൊന്ന് വറുക്കുവാന്നേ. ഞാൻ ഈ കപ്പിനാണ് 2 കപ്പ് സേമിയ എടുത്തത്. ഇതേ കപ്പിൽ ഞാൻ ഒരു 3 കപ്പ് ചൂടുവെള്ളം അതിനകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണ്. ഞാനിവിടെ 2 കപ്പ് സേമിയയ്ക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. തുളുമ്പ എടുത്തിട്ടില്ല. നമ്മുടെ സേമിയ വെന്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിനകത്തോട്ടും പഞ്ചസാര ആഡ് ചെയ്യുവാന്നേ. ഞാനിവിടെ സെപ്പറേറ്റായിട്ട് പാൽ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനത് വെന്ത സേമിയയ്ക്കകത്തൊന്ന് ഒഴിക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ കപ്പലണ്ടിയും കറുത്ത മുന്തിരിയും നെയ്ക്കകത്ത് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വെന്ത സേമിയക്കകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പാല് സെപ്പറേറ്റായിട്ട് തിളപ്പിച്ച് പിന്നെ ഞാൻ ഇതിനകത്ത് ഒഴിക്കുമായിരുന്നേ. ഞാനിതിനകത്തൊരു 5 ഏലക്ക ഇട്ടിട്ടുണ്ട്. അതും പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചതാണേ. ഇവിടെ ഞാൻ പഞ്ചസാര കാരമൽ ചെയ്തൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്, ഇച്ചിരിയും ഒരു കളർ കിട്ടാൻ വേണ്ടിയേ. ഇതിനകത്ത് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി സേമിയ പായസം റെഡി. നോക്കൂ. നിങ്ങൾ ഈ മെത്തേഡിൽ ചെയ്തൊന്ന് നോക്കൂ. അടിപൊളി പായസമാണ്. സൂപ്പർ ടേസ്റ്റ്. Thanks for watching my video. Please like, share and subscribe my channel. Thank you.